ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ജഡ്ജ് കാ ഫൈസല എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ്. जज का फैसला. गांधीवादी विचारधारा के लेखक विष्णु प्रभाकर का ഹിന്ദി സാഹിത്യമേ മഹത്വപൂർണ്ണ സ്ഥാൻ. ഗാന്ധിവാദി വിചാരധാരയിലെ ലേഖകൻ വിഷ്ണു പ്രഭാകറിന് ഹിന്ദി സാഹിത്യത്തില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണുള്ളത്. ഉൻകി एक प्रमुख कहानी है जज का फैसला. पुल टूटने से पहले जाने अनजाने ആദി ഉൻകി പ്രസിദ്ധ രചനായി ഹെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ജഡ്ജ് കാ ഫൈസല. പിന്നെ പുൽ ടൂട്ട്നെ സെ പെഹലെ, ജാനെ അൻജാനെ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള മറ്റ് കൃതികളാണ്. कहानी शुरू होती है एक रेलगाड़ी में. लोग वहाँ पर अपने कई तरह के दुर्घटनाओं से बचने के बारे में बता रहे हैं. അപ്പോൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രെയിനിൽ വെച്ചിട്ടാണ്. അവിടെ ആളുകൾ പലതരം ആക്സിഡൻസിൽ നിന്നും അവർ രക്ഷപ്പെട്ടതായിട്ടുള്ള അങ്ങനത്തെ സ്റ്റോറീസാണ്, അവരുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. एक युवक जो 2 बार दुर्घटनाओं से बच चुका है वह अपना अनुभव बताता है. वह हंसकर कहता है कि मैंने मौत को ही नहीं चकाया, बीमा कंपनी से हर जाने के रुपये भी വസൂൽ കിയേ ഹെ. അപ്പം അവിടെ ഒരു യുവാവ് ഉണ്ടായിരുന്നു. അയാളൊരു എഞ്ചിനീയർ ആയിരുന്നു. അത് ഇതിൽ എഴുതിയിട്ടില്ല കേട്ടോ, പക്ഷെ ഞാൻ ആഡ് ചെയ്യാണ്. ഒരു എഞ്ചിനീയർ ആയിരുന്നു. അയാൾ പറയാണ്, ഞാൻ 2 വട്ടം ഇങ്ങനത്തെ ആക്സിഡൻസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ മോത്ത്, അതായത് ഡെത്തിനെ മാത്രമല്ല പറ്റിച്ചിട്ടുള്ളത്, അതേസമയം ബീമാ കമ്പനികളുടെ അടുത്തുനിന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസും കൂടി വസൂലാക്കിയിട്ടുണ്ട്. അപ്പം ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒരു നമുക്കൊരു ടെറിഫൈങ് ആയിട്ടുള്ള, നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. പക്ഷെ ഈ എഞ്ചിനീയർ തമാശ രൂപേണയാണ് അത് പറയുന്നത്. അപ്പോൾ ഞാൻ മരണത്തിനെ മാത്രമല്ല പറ്റിച്ച് തിരിച്ചു വന്നിട്ടുള്ളത്, അതേപോലെ ഇൻഷുറൻസ് കമ്പനികളെയും പറ്റിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ലോഗോं के बीच एक सेवानिवृत्त जज थे. उन्होंने कहा, मुझे मौत को चकाने का मौका तो नहीं मिला, पर इस दुर्घटना से संबंधित एक विचित्र मामले का न्याय मैंने जरूर किया है, अवश्य किया है. ഈ ആളുകളുടെ ഇടയിൽ ഒരു സേവാനിവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മരണത്തെ പറ്റിച്ച് രക്ഷപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഇത്തരം ഒരു ദുർഘടനയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കേസ്, മാമല എന്താണ് ഒരു കേസ്, ആ ഒരു കേസിന്റെ വിധി ഞാൻ നടപ്പാക്കിയിട്ടുണ്ട്. ജഡ്ജ് ബിഹട്ട ദുർഘടന കാ വിവരൺ കർണേ ലഗി. അപ്പം ദുർഘടനയുടെ പേര് ബിഹട്ട ദുർഘടന എന്നാണ്. അതിനെ കുറിച്ചിട്ട് വിവരിക്കാനായിട്ട് തുടങ്ങി. उस दुर्भाग्यपूर्ण रात्रि में जो यात्रा कर रहे थे उसमें एक महिला भी थी. അപ്പൊ അന്നത്തെ ആ ദുർഭാഗ്യപൂർണമായ രാത്രിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നവരുടെ ഇടയിൽ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അപൂർവ സുന്ദരി, അത്രയും സുന്ദരിയായിരുന്നു. വ ഓർ ഉസ്കാ പതി സാത്ത് മേ സഫർ കർ രഹേ थे. അപ്പോൾ ആ സ്ത്രീയും ആ സ്ത്രീയുടെ പതിയും ഒരുമിച്ചാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. उनकी शादी को 5 साल हो चुका था, पर उनको देखकर लोगों को लगा जैसे वे दोनों नए जोड़े हैं, अर्थात नवविवाहित. അപ്പം ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ട് ആക്ച്വലി 5 വർഷം കഴിഞ്ഞിരുന്നു. പക്ഷെ അവരെ കണ്ടപ്പോൾ ആ ട്രെയിനിലുള്ള ആളുകൾക്കൊക്കെ തോന്നിയത് അവര് നവവിവാഹിതരായിട്ടുള്ള നവദമ്പതികളാണ് എന്നാണ്. वे दोनों रात में देर तक एक दूसरे से बातें करते रहे, एक दूसरे के आंखों में खोए रहे. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. अचानक रेलगाड़ी विचित्रता से चलने और हिलने लगी और पटरी से उतर गई. അങ്ങനെ പെട്ടെന്നാണ് ഈ ട്രെയിനിന് വല്ലാത്തൊരു ഷേക്കിംഗ് ഒക്കെ വന്നത്. അങ്ങനെ അത് അതിന്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്തിട്ട് അതിന്റെ റെയിൽവേ ലൈനിൽ നിന്നും വിട്ടിട്ട് ഈ റെയിൽഗാഡി, ഈ ട്രെയിന് മറിഞ്ഞു. दुर्घटना में कई लोग मारे गए, मगर उसमें वे दोनों नहीं थे, वे दोनों बच गए. അന്നത്തെ ആ ആക്സിഡന്റിൽ ഒരുപാട് പേര് മരിച്ചുപോയി, പക്ഷെ അന്ന് ഇവര് അതിലുണ്ടായിരുന്നില്ല, ഇവര് രക്ഷപ്പെട്ടു. पति महोदय के शरीर पर अनेक घाव थे, पर सभी आश्चर्यजनक रूप से साधारण. അപ്പം പതിയുടെ ദേഹത്ത് ഒരുപാട് ഘാവ് എന്ന് വെച്ചാൽ എന്താണ്, മുറിവ്, ചോട്ടെന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ, മുറിവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആശ്ചര്യമുണർത്തുന്ന ഒരു കാര്യമാണ്, ഇത്ര അധികം മുറിവുണ്ടായിട്ടും എല്ലാം സാധാരണ മുറിവുകളായിരുന്നു, സീരിയസ് ആയിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. दूसरी ओर उनकी रूपसी पत्नी के घाव एक से एक बढ़कर असाधारण. ദൂസരി ഓർ എന്ന് പറഞ്ഞാൽ ഓൺ ദി അതർ ഹാൻഡ്, വേർ ആസ് എന്നൊക്കെയുള്ള മീനിങ്ങിലാണ് നമ്മൾ ദൂസരി ഓർ എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നത്. അപ്പം പതിയുടെ ഘാവൊക്കെ സാധാരണയായിരുന്നു, പക്ഷെ മറുവശത്ത് അദ്ദേഹത്തിന്റെ സുന്ദരിയായ ഈ പത്നിയുടെ മുറിവുകള്
ഒന്നിനൊന്ന് വലുതായിരുന്നു, ഒന്നിനൊന്ന് അസാധാരണമായ മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഉൻകെ ദാഹിനെ पैर की हड्डी टूट गई. അവരുടെ ദാഹിനെ पैर എന്ന് വെച്ചാൽ വലത് കാലിലെ എല്ല് പൊട്ടിയിരുന്നു. മുഖ് पर दाहिनी और सिर से लेकर ठोड़ी तक एक बड़ी सी ദറാർ പड़ गई. അപ്പം പിന്നെ മുഖത്ത് എന്തുണ്ടായി, റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ പാട്, ദറാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രാക്ക്, ഒരു പാട് വന്നിട്ടുണ്ട്. इस दुर्घटना के 2 दिन बाद जब पति को उठने बैठने की आज्ञा मिली तो सबसे पहले उसने कहा पत्नी को देखना है. അപ്പം ഈ ആക്സിഡന്റിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പതിക്ക് എഴുന്നേറ്റിരിക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടി. അതുവരെ റെസ്റ്റിലായിരുന്നു, ഇപ്പോൾ ഇനി എഴുന്നേറ്റിരിക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടിയപ്പോൾ ആള് ആദ്യം പറഞ്ഞത് പത്നീനെ കാണണം എന്നാണ്. उसे मालूम हो चुका था कि वह जीवित है और जिले के बड़े अस्पताल में है. അപ്പം അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ പത്നി ജീവിച്ചിരിക്കുന്നുണ്ട്, ജില്ലേ के बड़े अस्पताल ഉണ്ട് എന്ന്. डॉक्टर उसे सांत्वना देने लगे और कहा कि पत्नी को अधिक चोट लगी है मगर वह जल्दी ठीक हो जाएगी. അപ്പം ഡോക്ടർ പത്തിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയാണ് പത്നിക്ക് ഒരുപാട് മുറിവേറ്റിട്ടുണ്ട്, പക്ഷെ അവരുടെ ഹെൽത്ത് ബെറ്റർ ആവും, രക്ഷപ്പെടുമെന്ന് പറയാണ്. മഗർ ഉസേ സബ്ർ കർന ഹോഗ. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഉസ്കെ ചെഹരെ पर पट्टी लगी है वह नहीं खुल सकती और इस प्रकार उसे देखने का क्या फायदा है. पति ने कहा मैं उसका चेहरा नहीं उसे देखना चाहता हूँ. പിന്നെ വീണ്ടും ഡോക്ടർ പറയാണ് പത്നിയുടെ ഫേസിൽ ബാൻഡേജ് ചുറ്റിയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഇങ്ങനെ പത്നീനെ കണ്ടിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പത്തി പറയാണ് ഞാൻ പത്നിയുടെ ചെഹരയല്ല കാണാൻ ആഗ്രഹിക്കുന്നത്, ഫേസ് അല്ല കാണാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് അവളെയാണ് കാണേണ്ടത്, പത്നിയെയാണ് കാണേണ്ടത്, പത്നിയുടെ മുഖമല്ല എന്ന് പറയാണ്. डॉक्टर ने पति का तबादला उसी अस्पताल में कराया जहां उसकी पत्नी थी. पत्नी को देखकर जैसे उसके मन में तूफान सा आ गया. അപ്പം ഡോക്ടറിന്റെ അടുത്ത് എപ്പോഴും പത്തി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് അവസാനം എന്തുണ്ടായി, ഡോക്ടർ ഈ പത്നിയുള്ള ഹോസ്പിറ്റലിൽ തന്നെ പത്തീനെയും ആക്കി അഡ്മിറ്റ് ചെയ്തു. പക്ഷെ പത്നിയെ കണ്ടപ്പോൾ പത്തിയുടെ മനസ്സിലെ ഒരു തൂഫാൻ, ഒരു കൊടുങ്കാറ്റ് വന്നതുപോലെയാണ് ഉണ്ടായത്. ഉസ്കെ ആഖോं के आगे दुआ, ആകെ ഈ ദുആന്ന് ഇങ്ങനെയല്ല കേട്ടോ എഴുതുക, ധന്നിന്റെ ധായാണ് എഴുതേണ്ടത്. ഇതിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ, അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് എഴുതണേ. ഉസ്കെ ആഖോं के आगे दुआ सा चा गया, पत्नी का एक पैर काट दिया गया है, पूरे सिर से मुंह पर पट्टियां लगाई है. അപ്പം അയാളുടെ കണ്ണിന് മുൻപിൽ ഫുള്ള് പുക നിറഞ്ഞതുപോലെ അയാൾക്ക് തോന്നി. കാരണം എന്താന്ന് വെച്ചാല് ഈ പത്നിയുടെ ഒരു കാല് മുറിച്ചു മാറ്റിയിരിക്കുന്നു, പിന്നെ മുഖത്തും തലയിലും എല്ലാം തന്നെ ബാൻഡേജ് ചുറ്റിയിരിക്കുകയാണ്. വ ദേഖ് നഹി സക്തി, അവൾക്ക് കാണാനായിട്ട് കഴിയില്ല, കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉസ്നെ വിംല പുക്കാർന ചാഹ മഗർ പുക്കാർ നഹി സക്ക. അപ്പം അയാൾക്ക് വിംല എന്നുള്ള, അതായത് പത്നിയുടെ പേര് വിംല എന്നാണ്, അപ്പൊ വിംല എന്ന് വിളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ വിളിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. डॉक्टर ने कहा कि आपकी पत्नी की जान तो बच गई है मगर उसका एक पैर एक आंख दोनों जाते रहेंगे, मुंह भी कुछ टेढ़ा हो जाएगा. ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ രക്ഷപ്പെട്ടിരിക്കുന്നു, പക്ഷെ ഒരു കാല് ഒരു കണ്ണ് ഇതെല്ലാം തന്നെ പോയിരിക്കുകയാണ്. അതുപോലെ ഈ ബാൻഡേജ് തുറന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, മുഖം ഒരു സൈഡിലേക്ക് ടേഡാ ഹോജാന എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു മുഖം കോടിയതുപോലെ വരും. ആപ്കി പത്നി അപൂർവ സുന്ദരി രഹി ഹോങ്കി മഗർ അബ് ആപ്കോ സബ്ര കർണ ഹോഗ. സബ്ര കർണ എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യാന്നാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഭാര്യ അപൂർവ സുന്ദരി ആയിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പതി കാ മൻ വിചലിത് ഥാ, പതിയുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. വ कहता रहा അപൂർവ സുന്ദരി ടേഡാ മുഖ് ഏക് പേർ ഏക് ആങ്ക് അപൂർവ സുന്ദരി. അപ്പം മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് ഈ പത്തി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു, അപൂർവ സുന്ദരി ടേഡാ മുഖ് ഏക് പേർ ഏക് ആങ്ക് അപൂർവ സുന്ദരി, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഹി ബഡ്ബഡാത്ത രഹ, അപ്പൊ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറോ ने पति को मुक्त करने का निर्णय किया. यह बताने के लिए जब उसके पास गए तो वह पूर्ण रूप से शांत था. അപ്പം ഈ പത്തി ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഡോക്ടേഴ്സിനും ടെൻഷനായി. അപ്പോൾ ഡോക്ടേഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പത്തീനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുത്തു. ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് പത്തിയുടെ അടുത്തേക്ക് പോയപ്പോൾ അയാൾ പൂർണ്ണ
ശാന്തനായിട്ടാണ് ഇരുന്നിരുന്നത്. पर उसने कहा जाने से पहले मैं अपनी पत्नी को देखना चाहता हूँ. പക്ഷെ അയാൾ പറഞ്ഞത് ഞാൻ പോകുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ പത്നീനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. वह शांत होकर विमला के पास पहुंचा. इस बार उसका दिल न कांपा न वह गिरा. അപ്പോൾ ഇപ്രാവശ്യം വളരെ ശാന്തനായിട്ട് അയാൾ വിമലയുടെ അടുത്ത് പോയി നിന്നു. ഇപ്രാവശ്യം അയാൾക്ക് ഒരു വിറയലോ അല്ലെങ്കിൽ വിറയൽ വരികയോ അല്ലെങ്കിൽ അയാൾ വീഴുകയോ ഒന്നും തന്നെ ഉണ്ടായില്ല. ശാന്തനായിട്ട് ചെന്ന് നിൽക്കുകയാണ് ചെയ്തത്. वह पत्नी के पास जाकर खड़ा हो गया. പത്നിയുടെ അടുത്ത് പോയി നിന്നു. अपने दोनों हाथ पत्नी के गले पर रखा और अपनी पूरी ताकत से दबोचा. അപ്പം അയാളുടെ രണ്ട് കൈ പത്നിയുടെ ഗല എന്ന് വെച്ചാൽ കഴുത്തിൽ വെച്ചിട്ട് അയാളുടെ ഫുൾ സ്ട്രെങ്ത് എടുത്തിട്ട് കഴുത്ത് ഞെരുക്കാനായിട്ട് തുടങ്ങി. പത്നി की मुंह से एक भयानक चीख निकली. അപ്പം പത്നിയാണെങ്കിൽ ഒരു ഭയാനകമായിട്ട് നിലവിളിച്ചു. उसके बाद उसने अपनी मृत पत्नी का सुदीर्घ क्षण तक चुंबन किया और फिर अस्पताल के अधिकारियों से कहा मैं अब कहीं भी चलने को तैयार हूँ. അങ്ങനെ ഇയാൾ എന്താണ് ചെയ്തത്? ഫുൾ എഫേർട്ട് എടുത്തിട്ട് ഈ പത്നീനെ കഴുത്ത് ഞെരിച്ച് കൊന്നു. ഇനി പത്നി മരിച്ചതിന് ശേഷം കുറേ നേരം ഈ മരിച്ചു കിടക്കുന്ന പത്നിയെ അയാൾ ചുംബിച്ചു. എന്നിട്ട് ഹോസ്പിറ്റലിന്റെ അധികാരികളോട്, അതായത് ഹോസ്പിറ്റലിന്റെ അതോറിറ്റീസിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇനി ഞാൻ എവിടേക്ക് വേണമെങ്കിലും വരാമെന്ന്. യഹാ തക് കഹ്കർ ജഡ്ജ് ചുപ്പ് ഹോ ഗയ. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ജഡ്ജ് മിണ്ടാതിരിക്കുകയാണ്. रेलगाड़ी में सब लोगों को लगा कि जब जज ने इस मामले का फैसला किया तो पति को मुक्त कर दिया. അപ്പൊ റെയിൽഗാഡിയിൽ ഈ കഥ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും കരുതിയത് ജഡ്ജിന്റെ അടുത്തേക്ക് ഈ ഒരു കേസിന്റെ ഡിസിഷൻ എടുക്കേണ്ടി വന്ന സമയത്ത് ജഡ്ജ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു പത്തീനെ വിട്ടിട്ടുണ്ടാവും, അതായത് ശിക്ഷിക്കാതെ മുക്തനാക്കിയിട്ടുണ്ടാവും പ്രതീക്ഷിച്ചു കേട്ടിരുന്നവര്. മഗർ ജഡ്ജ് ने बताया कि उन्होंने उसे फांसी की सजा दी थी. പക്ഷെ ജഡ്ജ് പറഞ്ഞത് എന്താന്ന് വെച്ചാല് അദ്ദേഹം ഈ പത്തിക്ക് ഫാസി की സസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൂക്കുകയറാണ് വിധിച്ചത്. क्योंकि उसे जीवित रखना उसकी पवित्र भावना का अपमान होता. इतना कहकर वह रेलगाड़ी से उतरकर भीड़ में खो गए. അപ്പം ജഡ്ജ് പറഞ്ഞത് താൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് അയാളെ ജീവനോടെ വെക്കുക എന്ന് പറയുന്നത് അയാളുടെ പവിത്രമായ ആ ഒരു ഇമോഷനെ അപമാനിക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ഫാസിക്ക് സസ കൊടുത്തത് എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ജനങ്ങളുടെ കൂട്ടത്തിന്റെ ഇടയിലേക്ക് പോവാണ് ചെയ്യുന്നത്. ജനങ്ങളുടെ ഇടയിൽ മറിഞ്ഞു പോവാണ് ചെയ്തത്. ഇനി നമുക്ക് ടെക്സ്റ്റിലെ സമ്മറി ഒന്ന് വായിച്ച് മീനിങ് നോക്കാം. जज का फैसला कहानी के बारे में स्वयं विष्णु प्रभाकर जी लिखते हैं कि इस कहानी का आधार एक विचार है और इस विचार के कई रूप हो सकते हैं. അപ്പോൾ ജഡ്ജ് കാ ഫൈസല എന്ന് പറയുന്ന ഈ കഹാനിയെ കുറിച്ചിട്ട് ലേഖകൻ തന്നെ പറയുന്നത് ഈ ഒരു കഹാനിയുടെ ആധാരം എന്ന് പറയുന്നത് ഒരു തോട്ടാണ്, ഒരു വിചാറാണ്. ആ ഒരു വിചാറിന് പലതരം രൂപങ്ങൾ ഉണ്ടായേക്കാം. प्रभाकर जी लिखते हैं कि वे इन सभी रूपों को लेकर यह कहानी लिखना चाहते थे लेकिन लिख नहीं पाए. അപ്പം ലേഖകൻ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെയുള്ള എല്ലാത്തരം തോട്ട്സും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു സ്റ്റോറി എഴുതണം എന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല. യഹ് കഹാനി പ്രേം की उत्कटता का एक रूप है. इस कहानी का भारत की अनेक भाषाओं में रेडियो रूपांतर प्रसारित किया है. കട്ട എന്ന് പറയുന്നത് ഇന്റൻസിറ്റിയാണ്. അപ്പൊ ഈ ഒരു കഹാനിയില് പ്രണയത്തിന്റെ ഒരു ഇന്റൻസിറ്റിയുടെ ഒരു രൂപമാണ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ പത്നിയെ കൊല്ലാനായിട്ടുള്ള കാരണം എന്താണ്? അയാൾക്ക് പത്നിയെ പ്രതി ഉണ്ടായിരുന്ന സ്നേഹാണ്, അളവറ്റ സ്നേഹാണ്. ഇസ് കഹാനി ഇപ്പൊ ഈ ഒരു സ്റ്റോറീനെ പിന്നെ പല പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റേഡിയോ വഴിയെല്ലാം प्रकाशित. इस कहानी में विष्णु जी ने एक रेल दुर्घटना का चित्रण करते हुए एक नव विवाहित जोड़े के प्रेम को शब्दों में पिरोया है. അപ്പം ഒരു റെയിൽ ഘടന ചിത്രീകരിക്കുക വഴി അതിലൂടെ ഒരു നവവിവാഹിതരായ ദമ്പതികളുടെ പ്രണയത്തെയാണ് വാക്കുകളിലൂടെ വിവരിച്ചിട്ടുള്ളത്. कहानी में रेल दुर्घटना का वर्णन सुनते और अपने द्वारा देखी रेल दुर्घटनाओं के अनुभव सुनाते हुए रेलगाड़ी में बैठे यात्री सहम जाते हैं. അപ്പോൾ
റെയിൽഗാഡിയിലുള്ള യാത്രക്കാരെന്താണ് ചെയ്യുന്നത്, സ്വയം ഉൾപ്പെട്ടിട്ടുള്ള ആക്സിഡൻസും അത് കൂടാതെ ജനറലി പറഞ്ഞു കേട്ടിട്ടുള്ള ആക്സിഡൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഇസ് കഹാനി में रेल दुर्घटना में उस नव विवाहित जोड़े में पत्नी द्वारा एक आंख और एक पैर खो देने और उसकी सुंदरता हमेशा के लिए समाप्त हो जाना, वहीं पति के उसके प्रति अथाह प्रेम को विष्णु प्रभाकर जी ने बहुत ही മാർമികത से വർണ്ണിത് किया है. അപ്പോൾ ഇതിൽ അന്ന് യാത്ര ചെയ്തിരുന്ന ആ ഒരു കപ്പിള്, അതിലെ ഈ ഭാര്യ വിശ്വസുന്ദരിയെ പോലെ ആയിരുന്നു. എന്നിട്ട് അവരുടെ ഒരു കണ്ണ് ഒരു കാല് ഒക്കെ നഷ്ടപ്പെടുകയാണ്. പിന്നീട് ലേഖകൻ പറയുന്നത് അവരുടെ ഒരു प्रणयത്തിന്റെ इंटेंसिटी कुरिचिटाണ്. कहानी के आखिर में पति द्वारा पत्नी को डॉक्टरों और नर्सों के समक्ष ही गला घोटकर मार देना पाठकों को अश्रुपूरित करे बगैर नहीं रहने देता. लास्ट ഈ നഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ പതിനെ പത്നിയുടെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ പത്നിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ആ ഒരു സംഭവം വായിക്കുമ്പോൾ വായനക്കാർക്ക് കണ്ണീരോടെ അല്ലാതെ അത് വായിക്കാനായിട്ട് കഴിയില്ല എന്നാണ് പറയുന്നത്. അശ്രുപൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുനീരോടെ. और इससे भी आगे इस केस में जज द्वारा सगर्व बताना कि उसने केस के आरोपी को फांसी की सजा मुकर्रर की കഹാനി കോ ബഹുത് ഹി മാർമിക് ബനാ ദേതാ ഹൈ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ജഡ്ജ് വളരെ പ്രൗഡായിട്ടാണ് പറയുന്നത് ഈ ഒരു കേസിലെ ഈ പത്തിക്ക് അദ്ദേഹം തൂക്കുകയറാണ് വിധിച്ചത് എന്ന് പറയുമ്പോൾ സ്റ്റോറി ഒന്നും കൂടെ ഇമോഷണൽ ആയിട്ട് ഒന്നും കൂടെ ടച്ചിങ് ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലല്ലോ വരിക. അപ്പം ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഞാൻ നേരത്തെ പ്രൊവൈഡ് ചെയ്ത സമ്മറി, പിന്നെ അത് കൂടാതെ ഇതിലേതെങ്കിലും ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന സെന്റൻസസ് ഉണ്ടെങ്കിൽ അതും കൂടി നോക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ലാംഗ്വേജ് ഉള്ള ഒരു സ്റ്റോറി അല്ല, പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.